കോട്ടയം മണർകാട് ആഭിചാരക്രിയയുടെ പേരിൽ യുവതി നേരിട്ടത് കേട്ടാൽ ഞെട്ടുന്ന കൊടും ക്രൂരത. ബാധയൊഴിപ്പിക്കാനുള്ള പൂജയെന്ന പേരിൽ രാവിലെ 11 മണിക്ക് തുടങ്ങിയ ക്രൂരത രാത്രി വൈകും വരെ നീണ്ടു. അടിച്ചും പൊള്ളിച്ചും പരിക്കേൽപ്പിച്ചും ഭസ്മം തീറ്റിച്ചും മുടിമുറിച്ചതായും യുവതി പറഞ്ഞു. നിർബന്ധിച്ച് ലഹരി നൽകിയതോടെ ബോധം നഷ്ടപ്പെട്ടു. നേരിട്ട ക്രൂരപീഡനം യുവതി തന്നെ 24-നോട് വിവരിച്ചു. ആ പ്രതികരണത്തിലേക്ക്. നമ്മൾ പൂജ ചെയ്യുന്നതിൻ്റെ രീതികളായിട്ടൊന്നും അല്ലായിരുന്നു പുള്ളി പൊയ്ക്കൊണ്ടിരുന്നത്. ടൈലറായിരുന്നു ഓരോന്നും ചെയ്തുകൊണ്ടിരുന്നത്. ദേഹത്ത് ഏതാണ്ട് കയറി കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ഏതാണ്ട് ബീഡി വലിച്ച് അങ്ങനെ പറഞ്ഞു. പുള്ളിയാ പറഞ്ഞത്. എനിക്കന്ന് ഓർമ്മയൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ. രാവിലെ 11 മണിക്ക് തുടങ്ങിയ പൂജ 10 മണിയായപ്പോഴാണ് തീർന്നത്. രാത്രി 10 മണി. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ അവര് പറഞ്ഞ എൻ്റെ ബീഡി വലിച്ചതിൻ്റെ പാട് നെറ്റിയെ വന്നത് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ മദ്യം കണ്ട് ചോദിച്ച് അതെനിക്ക് അവർ തന്നായിരുന്നു കുടിപ്പിച്ച്. അവരുടെ അമ്മയും അച്ഛനുമാണ് ഇതിനെല്ലാത്തിനും കാരണം. ഞാനും ആളും എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴക്കുണ്ടാക്കിയാൽ ഉടനെ ഈ അമ്മ ആ തിരുമേനിയെ വിളിച്ചിട്ട് ചോദിക്കും. അപ്പോഴത്തേക്കും ആ തിരുമേനി പറയും ഈ കൊച്ചിൻ്റെ ദേഹത്ത് ബാധയുണ്ട്, അത് ഉള്ളതുകൊണ്ടാന്ന്. എൻ്റെ ദേഹത്ത് 8 ബാധയുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ മുടിയിൽ ആണി വെച്ചിട്ട് എന്തോ ചെയ്ത്, എന്നിട്ട് മുടിയെല്ലാം മുറിച്ച് കളഞ്ഞു. ഫ്രണ്ടിലൊന്നും മുടിയില്ല, 3/4 മുടി പുള്ളി കളഞ്ഞ്. കേസിൽ വീഡിയോ ദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ചേരുകയാണ്. ടോബിയാണ് ഈ ക്രൂരത നേരിട്ട യുവതിയുമായി സംസാരിച്ചത്. ടോബി, അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ക്രൂരതയാണ് അവിടെ നടന്നിട്ടുള്ളത്. അയൽവാസികളൊന്നും ഈ വിവരം അറിഞ്ഞില്ലേ? എന്തൊക്കെയാണ് ആ യുവതി വിശദീകരിച്ചത്? ടോബി. ദിലീപ് കുമാർ, തീർച്ചയായിട്ടും ഒരു നാടിനെ നടുക്കിയ സംഭവമായി തന്നെ വേണമെങ്കിൽ നമുക്കിത് പറയാൻ സാധിക്കും. ഇത്തരത്തിലുള്ളൊരു സംഭവം തങ്ങളുടെ നാട്ടിൽ നടന്നോ എന്നുള്ളത് ഞെട്ടലോട് കൂടിയാണ് ആ സംഭവം നമ്മളിന്ന് പലരോടും ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവിടെയുള്ളവർ പറയുന്നത്. കാരണം ഈ വീടിരിക്കുന്നത് അല്പം അകത്തോട്ട് മാറിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും അത്ര നിശ്ചയമൊന്നുമില്ലായിരുന്നു. ഈ 2-ാം തീയതിയാണ്, അതായത് കഴിഞ്ഞ ആഴ്ച ഞായറാഴ്ചയാണ്, അന്ന് 2-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. രാവിലെ 11 മണി മുതൽ രാത്രി 10 മണി വരെ അത്രയും നേരം നീണ്ടു നിൽക്കുന്ന ഒരു ക്രൂര പീഡനം തന്നെയാണ് അവിടെ നടന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാനസികമായി ഈ സംഭവത്തിന് ശേഷം വലിയ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ കുട്ടിയെ നമ്മൾ ഇന്ന് കണ്ടത്. ആ കുട്ടിയെ കാണുമ്പോൾ തന്നെ ആ കുട്ടിയുടെ നെറ്റിയുടെ മുകളിലായിട്ട് പൊള്ളിയ പാടുകളുണ്ട്. അത് ബീഡി കൊണ്ട് പൊള്ളിച്ചതാണെന്നാണ് ആ കുട്ടി പറയുന്നത്. അതോടൊപ്പം തന്നെ മുടി മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ കാലിൽ ഒരു പട്ടുകൊണ്ട് കെട്ടി അടിച്ചതായിട്ടുള്ള ചില സൂചനകൾ കൂടിയുണ്ട്. അങ്ങനെ ക്രൂരമായിട്ട് മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഈ കുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നു. ഗത്യന്തരമില്ലാതെയാണ് ഈ അച്ഛനെ വിളിച്ച് ഈ കാര്യം ഈ കുട്ടി പറയുന്നത്. വിവാഹം കഴിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയാണ് ഈ തിരുവഞ്ചൂർ സ്വദേശിയായിട്ടുള്ള അഖിൽ എന്ന ചെറുപ്പക്കാരന്റെ കൂട്ടത്തിൽ ഈ പെൺകുട്ടി ഇറങ്ങിപ്പോയത്. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് വിളിക്കാനുള്ള ഒരു മടി ആ പെൺകുട്ടിക്കുണ്ടായിരുന്നു. പക്ഷേ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നതോടുകൂടിയാണ് വീട്ടിലേക്ക് വിളിച്ചു പറയുന്നത്. അങ്ങനെയാണ് അച്ഛൻ ഇത് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നതും തുടർ നടപടികൾ ഉണ്ടാകുന്നതും. എന്തായാലും ഈ കേസിൽ ഇപ്പോൾ 3 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഒന്ന് ഈ കുട്ടിയുടെ സുഹൃത്തായിട്ടുള്ള, അല്ലെങ്കിൽ ആൺ സുഹൃത്തെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, കല്യാണം കഴിക്കാൻ വേണ്ടിയിരുന്നതാണ് അഖിൽ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ. ഒപ്പം തന്നെ ഈ അഖിലിന്റെ അച്ഛൻ ദാസ്, ഒപ്പം തന്നെ ഈ ദുർമന്ത്രവാദി തിരുവല്ലക്കാരനാണ്. ഇയാളെയാണ് ഓരോ കാര്യങ്ങൾക്കും ഈ അച്ഛനും അമ്മയും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വീട്ടിലേക്ക് ഈ കുട്ടി ചെന്നതിന് ശേഷം ഈ ചെറുക്കനുമായി യുവാവുമായി ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഉടൻ തന്നെ ഈ മന്ത്രവാദിയെ ഇവർ വിളിക്കും. അപ്പോൾ അയാൾ പറയുന്നത് ഇത് ബാധ കയറിയതിൻ്റെയാണെന്നാണ്. 8ഓളം ബാധകൾ ഈ കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാണ് ഇങ്ങനെ ഒരു ക്രിയ നടത്താൻ വേണ്ടി ഇവർ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒപ്പം തന്നെ നമുക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ തിരുവല്ല സ്വദേശിയായിട്ടുള്ള ശിവദാസൻ എന്ന് പറയുന്ന ആൾ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പൂജകൾ നടത്തിയിട്ടുണ്ടെന്നുള്ള വിവരമാണ്. 30 വർഷം മുമ്പാണ് ഇയാൾ ഈ ആഭിചാര ക്രിയകൾ പഠിച്ചത്. അതിനുശേഷം കഴിഞ്ഞ 3 വർഷമായിട്ട് ഇതുപോലെയുള്ള ക്രിയകൾ പല സ്ഥലങ്ങളിലായി ചെയ്തു വരികയായിരുന്നു. അങ്ങനെയാണ് ഈ കുടുംബത്തെയും പരിചയപ്പെട്ടത്. എന്തായാലും ഈ സംഭവത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണമാണ് നടത്തിയിരിക്കുന്നത്. 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ അമ്മയാണ് ഇതിനുവേണ്ടിയുള്ള നിർദ്ദേശം നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ അമ്മ സൗമിനിയെ കണ്ടെത്താനുള്ള ഒരു അന്വേഷണം ഇപ്പോൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഈ സഹോദരിയുടെ കയ്യിൽ നിന്നും വീഡിയോ ദൃശ്യങ്ങൾ പോലീസ് കണ്ടെടുത്തു. അത് ഈ കേസിൽ നിർണായകമായിട്ടുള്ള തെളിവാണ്. അതും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും കൂടുതൽ പ്രതികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശദമായുള്ള അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് കടന്നിട്ടുള്ളത്. ദിലീപ് കുമാർ. ടോബി ലൈനിൽ തുടരുക. ഇപ്പോൾ രാഹുൽ ഈശ്വർ
24-നൊപ്പം ചേരുകയാണ്. രാഹുൽ ഈശ്വർ, കോട്ടയത്ത് നിന്നുള്ള ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. വലിയ ക്രൂരതയാണ് ഈ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ അവിടെ നടന്നത്. ആഭിചാരക്രിയ അതിൻ്റെ പേരിലാണ് ഈ കൊടും ക്രൂരത നടന്നിട്ടുള്ളത്. എങ്ങനെ പ്രതികരിക്കുന്നു രാഹുൽ ഈശ്വർ? വളരെ ദൗർഭാഗ്യകരമാണ്. ഒരു കാരണവശാലും ക്ഷമിക്കാൻ കഴിയാത്തതാണ്. ഇവിടെയാണ് ആന്റി സൂപ്പർസ്റ്റിഷൻ ബിൽ, അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം പോലുള്ള കാര്യങ്ങൾ നമുക്ക് വേണം. അത് വിശ്വാസികളും യുക്തിവാദികളും തമ്മിലൊരു സമവായം ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ധാരാളം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഇങ്ങനെ ധാരാളം ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് ശക്തമായ രീതിയിൽ നടപടി ഉണ്ടാകണം. അതുകൊണ്ട് അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിരോധന നിയമം അടക്കമുള്ള കാര്യങ്ങൾ വേണം. അന്ധവിശ്വാസ നിരോധന നിയമം അടിയന്തരമായി നടപ്പാക്കണമെന്നാണ് രാഹുൽ ഈശ്വർ ആവശ്യപ്പെടുന്നത്. ഇത്തരം ക്രൂരതകൾ തടയുന്നതിന് അത്തരം നിയമ സംവിധാനങ്ങൾ അനിവാര്യമാണ്. ഹൈക്കോടതിയെ കേരള സർക്കാർ കഴിഞ്ഞ ദിവസം അറിയിച്ചത് ഈ ആഴ്ച തന്നെ ഈ നിയമനിർമ്മാണത്തിൻ്റെ വിവരം അറിയിക്കാം എന്നാണ്. വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ആണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.